വിക്രമാദിത്യ കഥകൾ ഭാഗം 34. പേശമാടന്തയെക്കൊണ്ട് സംസാരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വിക്രമാദിത്യൻ ഉത്തരം തെറ്റിച്ച് പറഞ്ഞത്. തൻ്റെ ഉദ്ദേശം സഫലമായപ്പോൾ അദ്ദേഹം മധുരമായി ഉരുവിട്ടു. കഥ 2, വാക്കും 2. പിന്നീട് അദ്ദേഹം വേതാളത്തെ പേശമാടന്തയുടെ ഉത്തരീയത്തിൽ പ്രവേശിപ്പിച്ച് അതിനോട് ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടു. ഉത്തരീയം പറഞ്ഞു, മഹാത്മാവേ, അങ്ങ് കഥ പറയാൻ എന്നോട് ആജ്ഞാപിക്കുന്നത് മഹാകഷ്ടമാണ്. പേശമാടന്തയുടെ ശരീരം ചുമക്കുന്നത് മൂലം ഞാൻ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. തൻ്റെ ശരീരം മറച്ചിരുന്ന ഉത്തരീയം സംസാരിക്കുന്നത് കേട്ട് പേശമാടന്തയുടെ ആശ്ചര്യം ഇരട്ടിച്ചു. അവൾ താൻ ധരിച്ചിരുന്ന ഉത്തരീയം അഴിച്ച് താഴെയിടുകയും മറ്റൊന്ന് ധരിക്കുകയും ചെയ്തു. അഴിച്ചു കളഞ്ഞ ഉത്തരീയം കഥ പറയാൻ ആരംഭിച്ചു. കൂട്ടുകാരെ, ഉത്തരീയം പറഞ്ഞ കഥ കേട്ടാലോ? കുന്തള ദേശാതിർത്തിയിൽ മുരുകേശൻ എന്നു പേരായ ഒരു തസ്കര പ്രമാണി ഉണ്ടായിരുന്നു. മോഷണവിദ്യയിൽ സമർത്ഥനായ അയാൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. മുഴുക്കള്ളൻ, മുക്കാക്കള്ളൻ, അരക്കള്ളൻ, കാൽക്കള്ളൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഒരു ദിവസം അച്ഛൻ കാൽക്കള്ളനെ അരികിൽ വിളിച്ചു പറഞ്ഞു, മകനെ, നമ്മുടെ തൊഴിലിൽ നീ എത്രത്തോളം വൈദഗ്ധ്യം സമ്പാദിച്ചിട്ടുണ്ടെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ കുന്തള ദേശത്ത് ചെന്ന് മോഷണം നടത്തി പുലരുന്നതിന് മുമ്പ് തിരിച്ചു വരണം. മകൻ സന്തോഷത്തോടെ സമ്മതിച്ച് പട്ടണത്തിലേക്ക് യാത്രയായി. അവൻ പോകുന്ന വഴിയിൽ ഒരു മൺകല കഷ്ണമെടുത്ത് ഉരച്ച് വൃത്താകൃതിയിലാക്കി പവനാണെന്ന നാട്യത്തിൽ വസ്ത്രാഗ്രത്തിൽ കെട്ടി. എന്നിട്ട് ചെന്ന് കയറിയത് ഒരു ശുരകന്റെ കടയിലായിരുന്നു. അവൻ ശുരകനോട് പറഞ്ഞു, എനിക്കുടനെ ക്ഷൗരം ചെയ്തു തരണം. മേൽമീശ നിർത്തണം. നിനക്ക് ഞാൻ 1/4 പവൻ തരാം. വേഗമാകട്ടെ. ഒരു ദിവസം മുഴുവൻ പണിയെടുത്താലും 1/4 പവൻ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ശൂരകൻ ഉടൻ തന്നെ സമ്മതിച്ചു. ക്ഷൗരം കഴിഞ്ഞപ്പോൾ കള്ളൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1 പവനാണുള്ളത്. ബാക്കി തരാനുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ കൂടെ വരിക, ഞാൻ മാറിത്തരാം. നിനക്ക് പണിത്തിരക്കാണെങ്കിൽ എൻ്റെ കൂടെ വല്ല കുട്ടികളെയും അയച്ചാൽ മതി. ശൂരകൻ തൻ്റെ കുട്ടിയെ കാൽക്കള്ളൻ്റെ കൂടെ പറഞ്ഞയച്ചു. അവർ ചെന്ന് കയറിയത് ഒരു തുണിക്കടയിലാണ്. അയാൾ അവിടെ നിന്നും വിലപിടിച്ച കുറെ തുണികൾ വാങ്ങി സത്രത്തിൽ ഇരിക്കുന്ന തൻ്റെ ഭാര്യയെയും സഹോദരിയെയും കാണിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് ആവശ്യമുള്ളതെടുത്തിട്ട് ബാക്കി ഇവിടെ കൊണ്ടുവന്ന് തരാമെന്നും അയാൾ പറഞ്ഞു. താൻ വരുന്നതുവരെ തൻ്റെ മകൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കൂടി പറഞ്ഞപ്പോൾ ആ കടക്കാരൻ വിശ്വസിച്ച് കാൽക്കള്ളൻ്റെ കൈവശം തുണികൾ കൊടുത്തയച്ചു. വളരെയേറെ വിലയുള്ള തുണിച്ചരക്കും കൊണ്ട് കള്ളൻ നേരെ തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് നടന്നു. മകൻ്റെ മിടുക്ക് കണ്ട് അച്ഛൻ സന്തോഷിക്കുകയും അരക്കള്ളൻ എന്നു പേരായ മകനെ കളവ് നടത്താൻ പട്ടണത്തിലേക്ക് അയക്കുകയും ചെയ്തു. തുണിത്തരങ്ങൾ കൊണ്ടുപോയവനെ വളരെ സമയമായിട്ടും കാണാതായപ്പോൾ പീഡികക്കാരന് പരിഭ്രമമായി. അയാൾ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ ക്ഷൗരം ചെയ്യുകയാണ് എന്ന് കുട്ടി മറുപടി പറഞ്ഞപ്പോൾ അയാൾ കോപിച്ച് കുട്ടിയെ ഒരു തൂണിൽ കെട്ടി നിർത്തി. കുട്ടിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടുകയും വിവരം അന്വേഷിക്കുകയും ചെയ്തു. കുട്ടിയെ കാണാതായ ശുരകനും പെട്ടെന്ന് അവിടെ എത്തി. അയാൾ പീഡികക്കാരനോട് കയർത്തു. അപ്പോഴാണ് സത്യം വെളിപ്പെട്ടത്. തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലായി ശുരകനും പീഡികക്കാരനും ദുഃഖിച്ചു. ഈ വിവരം പാറാവുകാർ അറിഞ്ഞ് കള്ളനെ പിടിക്കാനായി പട്ടണത്തിൽ വലിയ കാവൽ ഏർപ്പെടുത്തി. തലയാരിയുടെ നേതൃത്വത്തിൽ കള്ളനെ പിടിക്കാൻ പട്ടാളക്കാർ ജാഗ്രതയായി ചുറ്റിത്തിരിയുന്നതിനിടയ്ക്കാണ് അരക്കള്ളൻ പട്ടണത്തിലെത്തിയത്. അവൻ ഒരാളോട് കാര്യങ്ങളുടെ കിടപ്പ് വശത്തെപ്പറ്റി ചോദിച്ചപ്പോൾ വിവരമെല്ലാം അയാൾ പറഞ്ഞു കൊടുത്തു. തലയാരിയുടെ ജാമാതാവ് വളരെ കാലം മുമ്പ് നാട് വിട്ടു പോയതാണെന്നും സുന്ദരിയായ മകൾ ഭർത്താവില്ലാതെ ജീവിക്കുകയാണെന്നും അവൻ അറിഞ്ഞു. കൗശലത്തിൻ്റെ കാര്യത്തിൽ ആരുടെയും പിന്നിലല്ലാത്ത അരക്കള്ളൻ നേരെ നടന്നത് ഒരു പീടികയിലേക്കാണ്. കുറെ തുണിത്തരങ്ങളും മറ്റ് വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങി ദൂരയാത്ര ചെയ്തു വരുന്നവനെ പോലെ അവൻ തലയാരിയുടെ ഗൃഹത്തിൽ കയറി ചെന്നു. അരക്കള്ളൻ ക്ഷേമാന്വേഷണം നടത്തി. അമ്മാവാ, എന്നെ മനസ്സിലായില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവനും മറ്റും സുഖം തന്നെയല്ലേ? അപ്പോൾ തലയാരി പറഞ്ഞു, മനസ്സിലായില്ലല്ലോ എനിക്ക്. നല്ല കണ്ടുപരിചയമുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ അരക്കള്ളൻ പറഞ്ഞു, അസലായി, ഇത് ഞാനാണ്, വനജയുടെ നാട് വിട്ടുപോയ ഭർത്താവ്. മരുമകൻ തിരിച്ചു വന്നതിൽ തലയാരിയുടെ സന്തോഷം അതിരറ്റതായിരുന്നു. അയാൾ അവനെ വേണ്ട വിധം സൽക്കരിച്ചു. ഭർത്താവിനെ കണ്ട് വനജയ്ക്കും അത്യധികം ആഹ്ലാദം തോന്നി. അവർ പഴയ ചരിത്രങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ തലയാരി പുറത്തു പോകാൻ ഒരുങ്ങി. ഇത് കണ്ടപ്പോൾ അരക്കള്ളൻ ചോദിച്ചു, അമ്മാവൻ എവിടേക്കാണ് ഈ രാത്രിയിൽ പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കള്ളൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മോനെ. അവനെ കണ്ടുപിടിക്കേണ്ട ഭാരം എൻ്റെ തലയിലാണ് വന്നു വീണിരിക്കുന്നത്. ഞാനും കൂടെ വരാം. എനിക്കും പട്ടണമാകെ ഒന്ന് കാണണമെന്നുണ്ട്. അമ്മാവന് ഒരു കൂട്ടാവുകയും ചെയ്യും. അമ്മാവന്റെ സമ്മതപ്രകാരം ഇരുവരും പുറപ്പെട്ടു. തെരുവുകളിൽ കള്ളന്മാരെ ബന്ധിക്കുന്ന തൂണുകൾ കണ്ടപ്പോൾ നമ്മുടെ അരക്കള്ളന് അത് എന്താണെന്ന് അറിയണമെന്നായി. തലയാരി അവയുടെ ഉപയോഗവും രീതിയും വിവരിച്ചു കൊടുത്തു. ഇത്രയുമായപ്പോൾ അവയൊന്ന് പ്രയോഗിച്ചു കാണണമെന്നായി അരക്കള്ളൻ. തലയാരി മരുമകന് കാണിച്ചു കൊടുക്കാനായി തൻ്റെ 2 കൈകളും അതിൽ കടത്തി. മരുമകൻ പൂട്ടിക്കളഞ്ഞു. താക്കോൽ തലയാരിയുടെ ഗൃഹത്തിലായിരുന്നു. അയാൾ അതെടുത്തുകൊണ്ട് വരുവാനായി അവനെ വീട്ടിലേക്ക് അയച്ചു. അവൻ തലയാരിയുടെ വീട്ടിൽ ചെന്ന് പരിഭ്രമം നടിച്ചുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞു, അമ്മായി, കാര്യമെല്ലാം തകരാറിലായിരിക്കുന്നു. അമ്മാവന് കള്ളന്മാരുമായി രഹസ്യബന്ധമുണ്ടെന്ന് മന്ത്രി കണ്ടുപിടിച്ചിരിക്കുന്നു. നാളെ അദ്ദേഹം വന്ന് നമ്മുടെ സ്വത്തുക്കളൊക്കെ ജപ്തി ചെയ്യും. അതിനു മുമ്പ് മാറ്റാനുള്ളതെല്ലാം മാറ്റിക്കളയാം. പൊൻപണ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് തരൂ, താമസിക്കേണ്ട. ആ സ്ത്രീ മരുമകൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ച് ആഭരണങ്ങളെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അരക്കള്ളൻ അന്നു രാത്രി വനജയുടെയും ആഭരണങ്ങളെല്ലാം വാങ്ങി അവിടെ തന്നെ കൂടി. അവൾ ഉറങ്ങിയപ്പോൾ ആഭരണങ്ങളുമായി അവൻ നേരെ സ്വന്തം വീട്ടിലെത്തി. നേരം പുലർന്നപ്പോൾ കള്ളനെ പിടിക്കാൻ പോയ തലയാരി കള്ളന്റെ കൈകളാൽ തന്നെ ബന്ധനസ്ഥനായ കഥ നാടാകെ പരന്നു. ബന്ധനവിമുക്തനായി വീട്ടിൽ തിരിച്ചെത്തിയ അയാൾ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും മകളുടെ അഭിമാനവും കള്ളന്റെ കയ്യിൽ പെട്ടതോർത്ത് കുണ്ഠിതനായി. പിറ്റേ ദിവസം കള്ളനെ പിടിക്കാൻ നിയമിതനായത് മന്ത്രിയാണ്. നഗരത്തിൽ കർശനമായ പാറാവും തിരച്ചിലും ഏർപ്പെടുത്തി. അടുത്തതായി രംഗത്തിറങ്ങിയത് മുക്കാൽ കള്ളനാണ്. അയാൾ പട്ടണത്തിലെത്തി മന്ത്രിയെപ്പറ്റി വിശേഷമെല്ലാം ചോദിച്ചറിഞ്ഞു. മന്ത്രി ദിവസവും രാത്രി ചെല്ലാറുണ്ടായിരുന്ന ഒരു സ്വർണ്ണ വ്യാപാരിയുടെ ഗൃഹത്തിലേക്ക് മുക്കാൽ കള്ളൻ മന്ത്രിയുടെ വേഷഭൂഷണങ്ങളും ധരിച്ച് കടന്നു ചെന്നു. തൊണ്ടയടഞ്ഞതായി അഭിനയിച്ച് അയാൾ പറഞ്ഞു, ഇവിടെ ചില കള്ളന്മാരെത്തിയിട്ടുണ്ട്. അവർ ഇവിടെ കവർച്ച നടത്താൻ പരിപാടി ഇട്ടിട്ടുള്ളതായി അറിഞ്ഞു. അത് തടയാനാണ് ഞാൻ നേരത്തെ തന്നെ വന്നിരിക്കുന്നത്. ഒരു ഉലക്കയിങ്ങെടുക്കൂ. അവർ വന്നാൽ ഒന്ന് പഠിപ്പിച്ച് വിടണം. വ്യാപാരിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഉലക്കയും കയറും തയ്യാറാക്കി അവർ അകത്തിരുന്നു. അപ്പോഴാണ് മന്ത്രി വന്ന് വാതിലിൽ മുട്ടിയത്. താൻ നേരത്തെ പറഞ്ഞ ആളാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നും പറഞ്ഞ് മുക്കാ കള്ളൻ വാതിൽ തുറക്കുകയും ഉലക്കയെടുത്ത് മന്ത്രിയെ പ്രഹരിക്കുകയും ചെയ്തു. മിണ്ടിയാൽ കൊന്നുകളയുമെന്നും പറഞ്ഞ് അയാൾ മന്ത്രിയെ ഒരു തൂണിൽ കെട്ടിയിട്ടു. പുറമേ വല്ലവരും അറിയരുതെന്ന് കരുതി പേടിച്ചു വിറച്ച് മന്ത്രി ബന്ധനത്തിൽ തന്നെ കിടന്നു. മുക്കാക്കല്ലൻ വിജയഭാവത്തിൽ അകത്തേക്ക് മടങ്ങി. പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ വ്യാപാരിയോടുകൂടി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. കുറേ രാത്രിയായപ്പോൾ അയാൾ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. ഗ്രഹത്തിനകത്തെ വെള്ളമെല്ലാം നേരത്തെ തന്നെ തട്ടിമറിച്ച് കളഞ്ഞിരുന്നു കള്ളൻ. വ്യാപാരി കുടവുമെടുത്ത് കിണറ്റുകരയിലേക്ക് പോയി. ഈ തക്കം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊടി വിതറി വ്യാപാരിയെ മയക്കി കള്ളൻ കിണറ്റിനരികിലിരുത്തി. വെള്ളം കോരുന്നയാൾ ഒരു പലകയുടെ മീതെ നിലകൊണ്ട് യന്ത്രസഹായത്താൽ പൊങ്ങുകയും താഴുകയും ചെയ്താണ് അവിടെ വെള്ളം കോരിയിരുന്നത്. ദാസി പലകമേൽ കയറിയപ്പോൾ മുക്കാൽ കള്ളൻ പലക മുകളിലേക്ക് ഉയർത്തുകയും അവളുടെ പകുതി അഴിഞ്ഞുകിടന്നിരുന്ന ചേല അഴിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് കള്ളൻ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സ്വർണ്ണാഭരണങ്ങളും എടുത്ത് അയാൾ സ്വപിതാവിൻ്റെ അടുക്കളേക്ക് തിരിച്ചു. പ്രഭാതമായപ്പോൾ തുടിപ്പലകയ്ക്ക് മീതെ ദിഗംബരമായി നിൽക്കുന്ന ദാസിയെയാണ് അയൽ വീട്ടുകാർ കണി കണ്ടത്. അവർ അവളെ താഴെയിറക്കി വസ്ത്രം കൊടുത്തു. ചില വഴിപോക്കർ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന മന്ത്രിയെ കണ്ട് കെട്ടുകൾ അഴിച്ചുവിട്ടു. കള്ളനെ പിടിക്കാൻ പോയ മന്ത്രി ബന്ധനസ്ഥനായതിൽ നാട്ടുകാർ ചിരിച്ചു. രാജാവ് കോപിക്കുകയും ചെയ്തു. അടുത്ത ദിവസം സാക്ഷാൽ രാജാവാണ് കള്ളനെ പിടിക്കാൻ ഇറങ്ങിയത്.
തൻ്റെ വിരുദ് പ്രദർശിപ്പിക്കാൻ പട്ടണത്തിലേക്കിറങ്ങിയത് മുഴുക്കള്ളനും. കള്ളനെ കണ്ടുകിട്ടുമെന്ന് വിചാരിച്ച് രാജാവും പട്ടാളക്കാരും പട്ടണം മുഴുവൻ അലഞ്ഞു നടന്നു. അപ്പോഴാണ് വിജനപ്രദേശത്ത് ഒരു ദീപവും കുറച്ച് പലഹാരങ്ങളുമായി ഒരാൾ ഇരിക്കുന്നത് രാജാവ് കണ്ടത്. വ്യാപാരിയുടെ വേഷം ധരിച്ച മുഴുക്കള്ളനാണ് അതെന്ന് രാജാവ് എങ്ങനെ അറിയാനാണ്? അദ്ദേഹം പട്ടാളക്കാരോടുകൂടി അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് എന്ത് കച്ചവടമാണ് ചെയ്യുന്നതെന്ന് രാജാവ് മുഴുക്കള്ളനോട് ചോദിച്ചു. അപ്പോൾ മുഴുക്കള്ളൻ പറഞ്ഞു, യജമാനനെ, ഞാൻ ഒരു ചെറിയ കച്ചവടക്കാരനാണ്. രാത്രിയാകുമ്പോൾ ചില കള്ളന്മാർ വന്ന് പലഹാരം വാങ്ങാറുണ്ട്. രാത്രി ഉറക്കം വിളിച്ചിരുന്ന് കാത്തിരുന്നാലെന്താ, അവർ നല്ല പ്രതിഫലം തരും. ഇതെൻ്റെ വയറ്റിപ്പിഴപ്പാണ്. രാജാവ് ചോദിച്ചു, കള്ളന്മാർ എത്ര പേരുണ്ട്? അവരെപ്പറ്റി കൂടുതൽ വല്ലതും അറിയാമോ? 3-4 പേരുണ്ട്. ഇന്നലെ അവർ മന്ത്രിയെ പിടിച്ചുകെട്ടിയ വിവരം പറഞ്ഞ് ചിരിച്ചു രസിക്കുന്നത് ഞാൻ കണ്ടു. രാജാവ് കുറെ നേരം ചിന്തിച്ചു നിന്നു. കള്ളന്മാരെ പിടിക്കേണ്ട വല വിരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാണെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. രാജാവ് പിന്നെ ആ വ്യാപാരിയുടെ വേഷത്തിലിരുന്ന മുഴുക്കള്ളനോട് ചോദിച്ചു, എടോ, ആ കള്ളന്മാരെ പിടിക്കാൻ താൻ സഹായിക്കാമോ? തനിക്ക് ഞാൻ വലിയ സമ്മാനം തരാം. മുഴുക്കള്ളൻ മറുപടി പറഞ്ഞു, എനിക്ക് സമ്മതം. അവർ വരാറായിരിക്കുന്നു. പട്ടാളക്കാർ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ അവർ ഇങ്ങോട്ടേക്ക് അടുക്കുകയില്ല. അതിനാൽ ആ പട്ടാളക്കാരെയൊക്കെ കുറെ അകലത്തേക്ക് പറഞ്ഞയക്കണം. രാജാവിന് അത് ശരിയാണെന്ന് തോന്നി. രാജാവ് പട്ടാളക്കാരോടെല്ലാം അകലെ മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു. വ്യാപാരിയായ മുഴുക്കള്ളന്റെ ഉപദേശപ്രകാരം രാജാവ് ഒരു ചാക്കിനുള്ളിൽ ഒളിച്ചിരുന്നു. വസ്ത്രാഭരണങ്ങളെല്ലാം കച്ചവടക്കാരന്റെ കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. രാജാവ് കട്ടിയുള്ള ചാക്കിൽ കടന്നയുടനെ കള്ളൻ അതിന് വായടച്ചു കെട്ടി ഒരു ചാലിൽ മറിച്ചിട്ടു. അപ്പോഴാണ് രാജാവ് താൻ അബദ്ധത്തിൽ കുടുങ്ങിയെന്ന് മനസ്സിലായത്. രാജാവിൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് വിളക്ക് അണയ്ക്കാതെ തന്നെ കള്ളൻ ഇതിനകം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. കുറേ നേരം കാത്തിരുന്നിട്ടും ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ പട്ടാളക്കാർ അവിടെ എത്തി. വ്യാപാരിയും രാജാവും അപ്രത്യക്ഷരായിരുന്നു. അപ്പോഴാണ് അവർ ചാലിൽ ഒരു ചാക്കുകെട്ട് അനങ്ങുന്നത് കണ്ടത്. രാജാവ് കള്ളനെ പിടിച്ചിട്ട് ചാക്കിലാക്കി ഇട്ടിട്ട് പോയേക്കുകയാണെന്ന് വിചാരിച്ച അവർ ആ ചാക്ക് പുറത്തേക്ക് വലിച്ചെടുത്ത് മതിയാവോളം പ്രഹരിച്ചു. തല്ലുകൊണ്ട് രാജാവ് ഉറക്കെ കരഞ്ഞുവെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അവർ രാജാവിനെ കാണാത്തതിനാൽ ചാക്കുകെട്ടഴിച്ച് കള്ളനെ പുറത്തെടുക്കുവാൻ തീരുമാനിച്ചു. ചാക്കുകെട്ട് തുറന്നപ്പോഴാണ് അവർ കണ്ടത്, തങ്ങളുടെയും വിശാലമായ കുന്തളദേശത്തിൻ്റെയും അധിപനും മഹാപ്രതാപിയുമായ രാജാവുണ്ട്. ദീനനായി അർദ്ധബോധാവസ്ഥയിൽ അതിൽ കിടന്ന് ഞരങ്ങുന്നു. രാജാവിനെ പ്രഹരിച്ച പട്ടാളക്കാർ പേടിച്ചു വിറച്ചു. എന്നാൽ അദ്ദേഹം ഒന്നും പറയാതെ കൊട്ടാരത്തിലേക്ക് പോവുകയും തലയാരി, മന്ത്രി, രാജാവ് എന്നിവരെയെല്ലാം കബളിപ്പിച്ച കള്ളന്റെ ബുദ്ധി സാമർഥ്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കള്ളന്മാരുടെ പിതാവ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ 4 മക്കൾ ചെയ്ത കാര്യങ്ങൾ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി. രാജാവ് അവർക്കെല്ലാം മാന്യമായ ഉദ്യോഗങ്ങൾ കൊടുത്ത് മാനിക്കുകയാണ് ചെയ്തത്. കഥ നിർത്തിയിട്ട് ഉത്തരീയം ചോദിച്ചു, ഹേ രാജാവേ, ഈ 4 കള്ളന്മാരുടെ പ്രവൃത്തിയോ മറിച്ച് രാജാവിൻ്റെ പ്രവൃത്തിയോ ഏതാണ് അഭിനന്ദിക്കേണ്ടത്? ഉടനെ വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, അതിൽ എന്ത് സംശയിക്കാനുള്ളത്? രാജാവിൻ്റെ പ്രവൃത്തി തന്നെയാണ് പ്രശംസ അർഹിക്കുന്നത്. അപ്പോൾ പേശാമാടന്ത പറഞ്ഞു, നിങ്ങൾ കഥ മുഴുവൻ കേൾക്കാതെ ഉറങ്ങിപ്പോയോ? ആ 4 കള്ളന്മാരാണ് സമർത്ഥരെന്ന് ഏതു കുട്ടിക്കും അറിയാവുന്നതല്ലേ? അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് പറഞ്ഞു, ഭവതി പറഞ്ഞത് സത്യമായിരിക്കാം. എന്തായാലും ഇപ്പോൾ ധാരാളം സംസാരിച്ചു കഴിഞ്ഞുവല്ലോ. പ്രഭാതത്തിന് മുമ്പ് 3 വാക്ക് സംസാരിപ്പിച്ചാൽ ഭവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് ഭവതിയുടെ അമ്മ വാഗ്ദാനം ചെയ്തത്. നിങ്ങളുടെ നിബന്ധനകളും നിയമങ്ങളുമെല്ലാം അനുസരിച്ച് എത്രയോ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അല്ലയോ സുന്ദരി രത്നമേ, ഭവതിയുടെ ഭർത്തൃപദം കൊതിച്ചു വന്ന എനിക്ക് താമസിക്കാൻ നേരമില്ല. പേശ മാടന്തയുടെ അഹങ്കാരമെല്ലാം നശിച്ചു. രസരഞ്ജികയുടെ കൗശല വിദ്യകളും അവസാനിച്ചു. ഇനി പേശ മാടന്തയെ ആഗതന് വിവാഹം ചെയ്തു കൊടുത്തേ കഴിയൂ. അങ്ങനെ പേശ മാടന്ത വിക്രമാദിത്യ മഹാരാജാവിന് കീഴടങ്ങി.